ഇന്നലെ ശബരിമലയിൽ അസാധാരണമായ ഭക്തജന തിരക്കായിരുന്നു. മണിക്കൂറുകളോളം വരി നിൽക്കുന്ന ഭക്തരുടെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചിരുന്നു. ചിലരൊക്കെ ദർശനം വേണ്ട എന്ന് വെച്ച് മതിയാക്കി പോകുന്ന കാഴ്ച, ചിലർ തളർന്നു വീഴുന്ന കാഴ്ച. ഇതിപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു ഈ അസാധാരണ തിരക്കിൽ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. പറഞ്ഞതൊന്നും നടന്നില്ലല്ലോ എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് കോടതി ചോദിച്ചത്. കോർഡിനേഷൻ ഇല്ലല്ലോ എന്നും 6 മാസം മുൻപ് പണികൾ തുടങ്ങണമായിരുന്നു എന്നും കോടതി പറഞ്ഞു. പരമാവധി ആളുകൾ അവിടെ കയറുന്നു എന്നുള്ളത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്ന എത്ര സ്ഥലമാണ് അവിടെ മുകളിലുള്ളത് എന്ന് ചോദിക്കുകയാണ് കോടതി. 4000 പേർക്ക് മാത്രം നിൽക്കാൻ പറ്റുന്ന ഇടത്ത് 20,000 പേരെ കയറ്റിയിട്ട് എന്ത് കാര്യമാണുള്ളത്? എന്തിനാണ് ഇത്രയും പേരെ കയറ്റുന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് കോടതി ചോദിച്ചത്. 18ാം പടി തൊട്ട് സന്നിധാനം വരെ ഒരേ സമയം എത്ര പേർക്ക് നിൽക്കാൻ കഴിയും എന്ന് കോടതി ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡിനോട്. അതിൽ സെക്ടറായി തിരിക്കാൻ പറ്റില്ല എന്ന ചില നിർദ്ദേശങ്ങൾ കൂടി കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്നു. ആളുകളെ അങ്ങനെ നിർത്തിയാൽ കുറച്ചുകൂടി തിരക്ക് നിയന്ത്രിക്കാൻ കഴിയില്ലേ എന്നുള്ളതാണ് കോടതി ചോദിച്ചത്. എല്ലാവരെയും ഒരുമിച്ച് തള്ളിവിടുന്നത് ശരിയായ രീതിയല്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയാണ്. ഒപ്പം തന്നെ ശുചിമുറികളുടെ കാര്യത്തിൽ അത് വൃത്തിയാക്കാൻ നിലവിൽ ആളില്ല എന്ന് കോടതി പറയുന്നു. കുട്ടികളെയും ഭക്തരെയും ബുദ്ധിമുട്ടിക്കാൻ കോടതിക്ക് കഴിയില്ല. ഇന്നലെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ തളർന്നു വീഴുന്നതും കരയുന്നതുമായ കാഴ്ച, കുടിവെള്ളമോ ഭക്ഷണമോ ഒന്നുമില്ലാതെ മണിക്കൂറുകളോളം നിൽക്കുന്ന കാഴ്ചയെല്ലാം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ഘട്ടത്തിൽ കൂടിയാണ് കോടതിയുടെ ഇത്തരം പരാമർശം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുന്നൊരുക്കങ്ങളിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന പ്രധാനപ്പെട്ട കാര്യവും കോടതി പറയുന്നു. അതിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നു ഹൈക്കോടതി എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത. വലിയ ദുരന്തമുണ്ടാകും ഇങ്ങനെ പോയാൽ എന്ന് കോടതി പറഞ്ഞു വെക്കുകയാണ്. അത് അനുവദിക്കാൻ കഴിയില്ല. വെറും ഒരു ഉത്സവം പോലെയാണോ മുന്നൊരുക്കം നടത്തേണ്ടത് എന്നും കോടതി ചോദിക്കുന്നു. വിപിൻ സി വിജയൻ വിശദാംശങ്ങളുമായുണ്ട്. വിപിൻ, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് ഹൈക്കോടതി. പറഞ്ഞ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ, വലിയ ദുരന്തമുണ്ടാകുന്ന സാധ്യത പോലും തള്ളിക്കളയാൻ പറ്റില്ല എന്ന് പറയുന്നു. മുന്നൊരുക്കങ്ങളിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായി അതൃപ്തി അറിയിച്ചുകൊണ്ട് കോടതി എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്? അനുജ, പരമാവധി ആളുകൾ അവിടെ കയറിയിട്ട് എന്താണ് പ്രയോജനം? ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്ന എത്ര സ്ഥലമുണ്ട് ശബരിമലയ്ക്ക് മുകളിൽ എന്നുള്ളത് കോടതി ചോദിക്കുന്നു. 4000 പേർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് 20,000 പേരെ കയറ്റിയിട്ട് എന്താണ് കാര്യം? അവർക്ക് തൊഴാൻ കഴിയില്ലല്ലോ എന്നുള്ളതാണ് കോടതി പറയുന്നത്. അതുകൊണ്ട് തന്നെ 18ാം പടി തൊട്ട് സന്നിധാനം വരെ ഒരേ സമയം എത്ര പേർക്ക് നിൽക്കാനാകുമെന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. നിശിതമായിട്ടുള്ള വിമർശനം തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എല്ലാവരെയും ഒരുമിച്ച് ശബരിമലയിലേക്ക്, സന്നിധാനത്തേക്ക് തള്ളിവിടുന്നത് ഒരു ശരിയായ രീതിയല്ല. നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ കൂട്ടത്തോടെയാണ് പലരും നിൽക്കുന്നത്. അവരെയൊക്കെ തന്നെ അവിടെ മണിക്കൂറുകളായി 10 മണിക്കൂറൊക്കെ നിന്നാണ് പലരും തൊഴാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനു മുൻപില്ലാത്ത വിധം ഉള്ള വലിയ ഗുരുതരമായിട്ടുള്ള ഒരു പാളിച്ച, ഒരു വീഴ്ച, അത് ഈ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുന്ന കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ശുചിമുറികൾ വൃത്തിയാക്കാൻ നിലവിൽ ആളില്ലെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. കുട്ടികളെയും ഭക്തരെയും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യത്തിൽ അത് കണ്ടു നിൽക്കാൻ കോടതിക്ക് ആവില്ല എന്നുള്ളതുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ കേവലം ഉത്സവം നടക്കുന്ന പോലെയാണോ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നത്. പോലീസുകാർ മാത്രം പോരല്ലോ, മറ്റ് ആളുകളും വേണ്ടേ എന്നുള്ളതാണ്. ഇന്ന് രാവിലെയാണ് ഇപ്പോൾ NDRFന്റെ അടക്കം സംഘങ്ങൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസുകാർ മാത്രം മതിയോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. കുട്ടികളുമായി വരുന്നവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാകണം. ആളുകൾക്ക് ക്യൂവിൽ ശ്വാസം മുട്ടും. ശുചിമുറി വൃത്തിയാക്കാൻ ആളില്ല, വെള്ളമില്ല, 8 മണിക്കൂർ ക്യൂ നിൽക്കുകയല്ലേ ആളുകൾ എന്നുള്ളതും അതായത് ഇപ്പോൾ വിപിൻ, ഈ സെക്ടറുകൾ തിരിച്ച് ദർശനം നടത്തുക എന്നൊക്കെയുള്ള നിർദ്ദേശം അതങ്ങനെ നടപ്പിലാക്കണമെന്ന് കോടതി പറയുന്നുണ്ടോ? അതൊരു നിർദ്ദേശമായി മുന്നോട്ട് വയ്ക്കുക മാത്രമാണോ ചെയ്തിട്ടുള്ളത് വിപിൻ? ഇപ്പോഴും ഈ വാദം കേൾക്കുകയും ഇതിലെ നിർദ്ദേശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് വരികയാണ്. തീർച്ചയായിട്ടും ഇതിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. കടുത്ത അതൃപ്തിയാണ് ഇപ്പോഴത്തെ ഈ മുന്നൊരുക്കങ്ങളിലെ വീഴ്ചയിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇനി എന്ത് നിർദ്ദേശങ്ങൾ, എന്തൊക്കെ നടപ്പാക്കി എന്നുള്ളത് സർക്കാർ വിശദീകരിക്കേണ്ടി വരും. 4000 പേർക്ക് നിൽക്കേണ്ട ഒരു സ്ഥലത്ത് 20,000 പേരെ കയറ്റിയിട്ട് എന്താണ് കാര്യം? ശുചിമുറി പോലും വൃത്തിയാക്കാൻ ആളില്ല. മുന്നൊരുക്കങ്ങളിലെ വീഴ്ച ഓരോന്നായി എണ്ണി പറയുകയാണ് ഹൈക്കോടതി. അതുകൊണ്ട് തന്നെ ഇതിൽ ഇനി നടപ്പാക്കുന്ന ഈ ഒരു കടുത്ത അതൃപ്തിയുടെ പുറത്ത് അതിൽ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത്. ഇങ്ങനെ പോയാൽ, അതായത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഇങ്ങനെ പോയാൽ വലിയ ദുരന്തം ഉണ്ടാകുമെന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ളതും നിലവിൽ പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്ത് വരാനാണ് സാധ്യത. അനുജ, വിപിൻ, ഇതിൽ ഇപ്പോൾ കോടതി പറഞ്ഞിട്ട്
പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും നടപ്പായില്ല. നമ്മൾ ഇന്നലെയും കണ്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനമായി ഒരു കാര്യം KSRTC ബസ്സുകളിലൊക്കെ ആളുകളെ കുത്തി നിറച്ച് കൊണ്ടുപോകരുത് എന്നൊക്കെയുള്ള എല്ലാം പാളിപ്പോകുന്നു എന്നുള്ളതാണ്. കോടതി ചോദിക്കുകയാണ്, കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലും നടപ്പാകുന്നില്ല, മുൻപ് പറഞ്ഞതൊന്നും നടപ്പായില്ലല്ലോ, കോർഡിനേഷൻ ഇല്ലായ്മ എന്ന് പറയുന്നു, മുന്നൊരുക്കത്തിലെ വീഴ്ച എന്ന് പറയുന്നു. അതായത് കൃത്യമായി തന്നെ പ്ലാനിങ് ഇല്ലാതെ ഇത്ര വലിയൊരു തീർത്ഥാടന കാലത്തിലേക്ക് ശബരിമലയെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്ന് കോടതി പറയുകയാണ്. അതെ, തീർച്ചയായിട്ടും. കാരണം ഓരോ കാര്യങ്ങളിലും ഇതിനു മുൻപ് മുന്നൊരുക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ഭക്തർ ഒരുമിച്ച് വരികയാണെങ്കിൽ പോലും അവിടെ ഒരു കൃത്യമായി അതെങ്ങനെ അതിലൊരു ഒരുക്കങ്ങൾ ഒരുക്കാം എന്നുള്ളതിനൊക്കെ സംബന്ധിച്ച് കുറച്ചുകൂടി ഒരു വ്യക്തത ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അതൊന്നും കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് കോടതി പറയുന്നത്. കുട്ടികളെയും ഭക്തരെയും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാനാകില്ല എന്നുള്ളതാണ് പറയുന്നത്. അവിടെ ഒരു കുടിവെള്ളമില്ല, ഒപ്പം തന്നെ ശുചിമുറികളില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു വലിയ മുന്നൊരുക്ക വീഴ്ച, ഒരു ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയായിട്ട് തന്നെയാണ് കോടതി ഇപ്പോൾ വീക്ഷിക്കുന്നത്. ഇതിന് മുൻപ് തന്നെ ഇങ്ങനെ ശബരിമലയിലെ ഒരു മണ്ഡലകാലം ഇപ്പോ ദേവസ്വം ബോർഡിന്റെ മറുപടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടി തുടങ്ങി എന്നാണ്. അപ്പോഴാണ് കോടതി പറയുന്നത് 4 മാസം മുൻപ് തുടങ്ങണമായിരുന്നു എന്ന്, ഇതിന്റെ ജോലികളും ഇതിന്റെ മുന്നൊരുക്കങ്ങളും ഒക്കെ മുൻപേ തുടങ്ങേണ്ടതായിരുന്നു എന്ന് പറയുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.